എടാ ചെക്ക, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എടാ, നീ ആരാണെന്നാണോ നിന്റെ വിചാരം? ഇന്ന് ഭാസ്കരൻ കള്ളു കുടിച്ചിട്ട് തന്നെയാണ് വന്നേക്കണത്. നിന്നോട് 4 വർത്താനം പറയാൻ. നീ കാശ് തന്നില്ലെങ്കിലും ഭാസ്കരന് കള്ളു കിട്ടൂടാ. എടാ തോപ്പേ, എടാ എരപ്പേ, നീ എന്നെ പറ്റി എന്താണ് വിചാരിച്ചത്? ഉസ്താദ് അല്ലാരക്കാന്ന് കേട്ടിട്ടുണ്ടോടാ? കേട്ടിട്ടുണ്ടോടാ? എവിടെ കേക്കാൻ? പണ്ട് ബോംബെയിൽ നിന്റെ തന്തയുടെ കൂടെ കൊട്ടാൻ പോയപ്പോ എന്റെ പെരുപ്പിക്കല് കണ്ട് സ്റ്റേജിലോട്ട് കേറി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ച് കൈകൊണ്ട് അതൊക്കെ പോട്ടെ. യേശുദാസ് എന്ന് കേട്ടിട്ടുണ്ടോ നീ? ഗാനഗന്ധർവൻ യേശുദാസ്. ഞാനൊന്ന് വിളിച്ച ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കും. ശേഖരണ്ണന്റെ മോൻ AR റഹ്മാൻ വരും. അല്ലാരക്കാന്റെ മോൻ സക്കീർ ഹുസൈൻ വരും. മുമ്പിൽ വന്നിന്ന് തലചൊറിഞ്ഞ് എന്താ ഭാസ്കരേട്ടാന്ന് ചോദിക്കും. കള്ളൂടിയൻ ഭാസ്കരന്റെ പത്രാസ് കണ്ടിട്ടല്ല, ഈ സിദ്ധി കണ്ടിട്ടാണ്. എന്നിട്ട് എന്റെ സ്വന്തം രവിയേട്ടന്റെ മോന് മാത്രം എന്താ ഒരു വിലയില്ല. നിന്നെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ എന്നാ മുഴുവൻ പറ. 58ാമത്തെ വയസ്സിൽ എനിക്ക് ശുക്രദശയെന്ന് എന്റെ ഈ കൈ നോക്കി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് 58 നടപ്പാ. എന്നിട്ട് ശുക്രൻ തെളിയാനുള്ളൊരു വഴി ആ കൊച്ചു വന്ന് പറഞ്ഞപ്പോ മൂടും തട്ടിയൊരു പോക്ക് അവന് പറ്റൂലാത്രേ. എന്താണ് പറ്റാത്തത്? പാടൂലാന്ന് ശപഥം ചെയ്യാൻ നീയാടാ തച്ചോളി ഒതന്നാ അല്ല ഉണ്ണിയാർത്തന മോനാ. നിന്നെ കൊണ്ട് ഞാൻ പാടിക്കോടാ. നിന്റെ കഴുത്തിൽ കുറെ നേരമല്ല നീ കിടന്ന് കുറയ്ക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ വേണ്ട വേണ്ട നിൽക്കുമ്പോ നിന്റെ തല കയറാൻ പോണോ? നിനക്കെത്ര പ്രായടാ? മൂത്താണ് ഇളയതൊന്നും ഞാൻ നോക്കൊന്നുമില്ല. എന്റെ അമ്മയും മകളും താമസിക്കുന്ന വീടാത്. ഇവിടെ കിടന്നെങ്കിലും ബഹളം ഉണ്ടാക്കിയ ഇനി ഒരു നിമിഷം അവിടെ നിന്ന് ഒറ്റ ചവിട്ടന്റെ കൂമ്പേ കറിയോ. നമുക്ക് പോവാം. അവൻ നല്ല വെള്ളത്തില. അവന്റെ വെള്ളം ഇറങ്ങി അവൻ നോർമലായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ഇതങ്ങനെ വെള്ളത്തിൽ സംസാരിക്കേണ്ട കേസല്ലേ? അപ്പൊ നിങ്ങൾ തമ്മിൽ ആയിക്കോ. എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇപ്പൊ എത്ര വൃത്തിയായിപ്പോയ കാര്യങ്ങൾ. ഷാപ്പ് പൂട്ടിക്കാണോ? ഭാസ്കരേട്ടാ, ഭാസ്കരേട്ടാ, കിടക്കണ കിടപ്പണ്ട. എനിക്കാണ് സാധനം. ഇറങ്ങട് മുടിച്ച് പാമ്പായി നടക്കുക. എന്താ കരപ്പാ? ഇറങ്ങട്. എന്താ പ്രശ്നം? കേറേ. എവിടേക്കാ? അപ്പൊ കൊണ്ടാട്ട ചേച്ചി. ഇവിടെ ഇറങ്ങേട്. കൊല്ലു. നീ വിട്ടേ. ഏതാണ്ട് കള്ളൂടിയന്മാരെ പിടിച്ചിട്ടുള്ള പോലെ. ആ തബലെടുത്ത് വെച്ചിരുന്നേ. ആ തബലെടുത്ത് വെച്ചിരിക്കാൻ. താങ്ക് യു നിതിൻ രാജ്. ശരി ശരി. എല്ലാരും വലിയ ത്രില്ലിലാ. പിന്നെ ഹാപ്പി, ഭയങ്കര ഹാപ്പി. ഓക്കെ, അപ്പൊ അറിയിക്കല്ലേ? അമ്മയോട് പറഞ്ഞോളാം. ശരി, ഓക്കെ, ബൈ. കാസറ്റ് കൊറിയറിൽ അയച്ചത് നിതിൻ രാജിൽ കിട്ടി. കേട്ടുടനെ വിളിച്ചത്രേ. പൈക്കുറുമ്പി എന്നുള്ള പാട്ട് മാത്രല്ല, ആ കാസറ്റിൽ സച്ച് കമ്പോസ് ചെയ്ത എല്ലാ പാട്ടുകളും നിതിന് ഭയങ്കര ഇഷ്ടായെന്ന്. നല്ല വെറൈറ്റി ഉണ്ടത്രേ മെലഡിയും. റെക്കോർഡ് ചെയ്ത ആൽബം ഇറക്കിയ ഇപ്പോഴത്തെ ട്രെൻഡില് സെൻസേഷനിലാവാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. റെക്കോർഡിംഗ് മുംബൈയിൽ വെച്ചിന് നടത്താത്രേ. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഉടനെ ചെയ്യുന്നുണ്ടെന്ന്. സച്ച് തന്നെ പാടിയാ മതിയെന്ന നിതിൻ പറയുന്നേ. ഫുൾ ഗാങ്ങിനോട് റെഡി ആയിരുന്നോളാൻ. കച്ചവടം കുറഞ്ഞപ്പോ ചുക്കട കാശിന് വല്ല ടൂറിസ്റ്റ് സായിപ്പിന് ഇയാൾ വിറ്റോ? നീ എന്താണോ ഈ വലിച്ചു വാരി പുറത്തിടുന്നത്? കിട്ടിപ്പോയി. ഒന്ന് കൊണ്ടുപോയി കളയടോ. 10-15 വർഷത്തെ പൊടി ഉണ്ടതില്. കളയേ? പണ്ട് രവിയേട്ടന്റെ ഒപ്പം ബോംബെയിൽ ഗാനമേളക്ക് പോയപ്പോ ഇട്ടതാ. റീഗൽ തിയേറ്ററിൽ വലിയ പ്രമാണിമാരുടെ സഹസില് ഇതിട്ടുണ്ടായിരുന്നു പെരുക്കല്. ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്തെടുത്ത ആള് തറവാടിയായി. അല്ല, അയാളൊക്കെ ശരിയാക്കി 2-3 ആഴ്ച കൊണ്ട് വിളിക്കുമെന്ന് പറഞ്ഞ് ഇപ്പൊ 1-2 മാസം ആയല്ല. ഇനിയിപ്പോ കോട്ടലിക്ക് തേച്ച് മാത്രം മിച്ചാവുക. കരുനാക്കൊണ്ടൊന്ന് പറയാതോ. വെറുതെ അല്ല പഴയ സാധനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇയാളിങ്ങനെ തുരുമ്പെടുത്തത്. ഇന്നലെ അല്ലേ ആര്യാദേവിയെ കണ്ടപ്പോ പറഞ്ഞത് കുറച്ചു ദിവസം കൂടി ആവും, എന്നാലും ഒരുങ്ങി ഇരുന്നോളം പെട്ടെന്ന് വിളി വരുന്നൊക്കെ. അപ്പൊ ആ നേരത്ത് കോട്ട് കപ്പാൻ നിക്കണ്ടല്ല. അതെ അതെ, അത് ശരിയാ, അത് ശരിയാ. ഈ ജുഹു ബീച്ചില് മാലിബ് എന്ന് പറഞ്ഞ സാധനം കിട്ടും. മീൻകാരുടെ വാറ്റ ഒരു 4 എണ്ണം പിടിപ്പിച്ച കരലിന് ബെസ്റ്റാ.
വെള്ളമൊഴിക്കരുത്. റെക്കോർഡിങ്ങിന് മുമ്പ് മാലിപ്പ് ഞാൻ 2 എണ്ണം അടിക്കും. അടിക്കും. ഇല്ല അടിക്കും. ഇല്ലാന്നേ. അടിച്ചാൽ ഞാനടിക്കൂല. പിന്നെ റെക്കോർഡിങ് കഴിഞ്ഞുള്ള സന്തോഷത്തിന് നിങ്ങൾ നിർബന്ധിച്ച ഒരു 2 എണ്ണം വേണമെങ്കിൽ കഴിക്കും. അതും വായിൽ കോലിട്ട് കുത്തിക്കരി തന്ന. അല്ലെങ്കിൽ വേണ്ട. എന്റെ സച്ചിമോന് ഇഷ്ടമല്ലെങ്കിൽ ഭാസ്കരേട്ട പച്ചക്ക് വെക്കും. ബോംബെയിൽ പച്ചക്ക് വെക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. വേണ്ട. റെക്കോർഡിംഗ് കഴിഞ്ഞു കഴിഞ്ഞാ ഒരു സ്കോച്ച് പൊട്ടിച്ചാൽ ഭാസ്കരന് തരും. കലാകാരൻ വല്ലപ്പോഴും സ്കോച്ച് അടിച്ച ഒരു കുഴപ്പമില്ല. കലാകാരൻ വല്ലപ്പോഴും ഒരു സ്കോച്ച് അടിച്ച ഒരു കുഴപ്പമില്ല ഭാസ്കരേട്ടാ. എന്താ ഒന്നുമില്ല. ഒരു ആനന്ദ നെഞ്ചുവേദന. ഈ ആനന്ദ കണ്ണീർ എന്നൊക്കെ പറയൂലേ, അതുപോലെ. എന്നാലും എന്റെ സച്ചിമോൻ തന്നെയാടാ ഈ പറയണത്. പോടോ തവണ ഭാസ്കര. മേരാ മെഹബൂബ് ആയാ ഹൈ മേരാ സൈക്കിളെ ഓടരുത്. അവിടെ നിന്നില്ല ഞാൻ കുടുംബത്തേരെ ഇടിക്കും. സാന്ററിന്റെ കടയിൽ തുന്നാൻ കൊടുത്തതാ ഒരു പൈജാമയും ജുബയും. അളവ് ശരിയാണോ നോക്കാൻ വേണ്ടി ഇട്ടതാ. എന്നാ പിന്നെ ഭാസ്കരനെ ചേട്ടനെ ഒന്ന് കാണിച്ചേക്കാവല്ലോ എന്ന് കരുതി. സച്ചിമോനുള്ളത് കണ്ടില്ല. വഴക്ക് പറയണ്ട, ഞാൻ ഊരിയേക്കാം. വേണ്ട, ഊരണ്ട സൈക്കിളൊക്കെ. നിങ്ങളുടെയൊക്കെ സന്തോഷം കാണുമ്പോ കുറച്ചുകൂടി നേരത്തെ ബുദ്ധി തോന്നിയില്ലോന്നാ. എന്റെ 4 പൊളിച്ച തെറിയേട്ടപ്പോ അവന്റെ ബുദ്ധി നേരെ. എന്നാ പിന്നെ തെരുവിളി നേരത്തെ ആവായിരുന്നില്ലേ തബല ഭാസ്കരേട്ട? അതിന് നിന്റെ തെറിവിൽ നിർത്തിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. എനിക്കങ്ങനെ തിരിച്ചു വിളിക്കാൻ. സച്ചേട്ടാ ഒന്നൊന്നേ. എന്താടാ കാര്യം പറയാം. എന്താ? എല്ലാരും വാ. दिल के आंगन में मधुर गीत गुनगुनाते दिल की गूंज सुन ले मेरे सुरों में समा ले मेरे प्यार का तू गीत गा ले हो तेरे प्यार में हूँ पागल तूने दिल किया है घायल तू ही मेरी जिंदगी की कोयल नटखट होठों से എന്തൊക്കെ ബഹളായിരുന്നു. 58-ാമത്തെ വയസ്സിൽ ശുക്രദശ. കിടക്കണ്ടില്ലേ ശുക്രൻ? കോട്ടും സൂട്ടും ജുബയും പത്രാസും ഹിന്ദി പഠിക്കലും. കഷ്ടപ്പെട്ട് മാന്യമര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിച്ചിരുന്ന എന്നെ പിടിച്ച് സംഗീത വിദ്വാനാക്കി അടങ്ങുമെന്നുള്ള വാശിയായിരുന്നല്ലോ എല്ലാവർക്കും. ഇപ്പൊ തൃപ്തിയായല്ലോ. ഏതോ തുക്കട ചാനലിൽ തരികട പാട്ടും പാടി നടന്നവനിപ്പോ ടോപ്പ് 1. ഒറ്റ ആൽബം കൊണ്ട് കണ്ണടച്ച് തുറക്കണതിന് മുമ്പ് സൂപ്പർ സ്റ്റാർ. കൂത്തി മടുത്ത് ഞാൻ ആ പന്നിയുടെ മോനെ. തീഹാർ ജരികളും ചത്തോളാം ഈ സൈകാണ്. എനിക്ക് അവനെ അന്നേ പിടിച്ചിട്ടില്ല. പിന്നെ എല്ലാരും കൂടി തലയിലേറ്റി നടന്നപ്പോ ഞാനൊന്നും മിണ്ടില്ല മാത്രം. അല്ലെങ്കിൽ നമ്മുടെ വാക്കിനൊരു വിലയില്ലല്ലോ. ഏയ്, ഇതങ്ങനെ വിട്ടാ പറ്റില്ല. നമ്മളെ അവന് പരിചയപ്പെടുത്തിയത് ആര്യാദേവിയാണല്ലോ. അവരെ കണ്ട് ചോദിക്കണം. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പോയത് പോട്ടേന്ന് വിചാരിക്കുക. സംഗീതം അങ്ങനെ ആർക്കും മോഷിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. നിന്റെ ഉള്ളിൽ സംഗീതം ഉള്ളിടത്തോളം കാലം നമുക്ക് ഇനി ഉണ്ടാക്കാലോ പേരും പണമൊക്കെ. വേണ്ട, നിർത്തി. ഇനി ആരെങ്കിലും പാട്ട് സംഗീതം എന്ന് പറഞ്ഞു വന്ന എന്റെ തനി സ്വഭാവം ഞാൻ പുറത്തെടുക്കും. ഇനി ഇതിന്റെ പേരും പറഞ്ഞ കയ്യെങ്ങാനും തബലയിൽ വീണ വെട്ടിയെടുക്കും ഞാൻ ആ കൈ. ലൂയങ്ങൾ ഇനി ക്ലാരിനെറ്റ് ഒന്നും ഊതണ്ട. അല്ലാണ്ട് എന്റെ ആവശ്യത്തിന് ഊതി കയറ്റണ്ടല്ലോ. മതി, ഇനി ഒന്നും വേണ്ട. പാവപ്പെട്ടവന്റെ സംഗീതത്തിന് മാത്രമല്ല സ്വപ്നത്തിനും പിച്ചച്ചട്ടിയിലെ ചില്ലിക്കാശിന്റെ വിലയുള്ളൂ. അറിഞ്ഞു കാണൂലല്ലേ എന്തിനാ ഇങ്ങനെ ഒരാളെ കെട്ടിയെഴുന്നള്ളിച്ചോണ്ടെന്ന് ഈ പാവങ്ങളെ വെട്ടികളാക്കിയത്? എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ആളിന്റെ തെറ്റല്ല. തെറ്റ് ചെയ്തത് എന്റെ അമ്മയാണ്. അമ്മയാണ് നിങ്ങളൊക്കെ ചതിച്ചത്. എല്ലാ വഴികളും അടഞ്ഞപ്പോ ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കായിരുന്ന അമ്മ നിങ്ങളെ ഓർത്തില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഓർത്തില്ല. കോടതിയിൽ കെട്ടിവെക്കാൻ പണത്തിന് വേണ്ടി അമ്മ എല്ലാവരെയും ചതിച്ചു. ഞാൻ അറിഞ്ഞിട്ടില്ല ഒന്നും. അമ്മയ്ക്ക് വേണ്ടി എല്ലാരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. സച്ചിമോനെ, എനിക്ക് കുറച്ച് കാശ് താടാ. ഇന്ന് കുടിച്ച ഭാസ്കരേട്ടൻ ചാവൂലടാ. എന്താ മോളെ ഇത്? സാരില്ല,
ഇവിടെ വന്ന എല്ലാം ഏറ്റുപറയാനുള്ള മനസ്സുണ്ടായില്ല. അത് തന്നെ ധാരാള. കരയണ്ട. ഇനി കരഞ്ഞ ഇവരോരോരുത്തരായിട്ട് കരയാൻ തുടങ്ങും. പണ്ട് കൂടെ നടന്ന് പല പല ദുശീലങ്ങൾക്കൊപ്പം അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ശീലം. ആരുടെങ്കിലും സങ്കടങ്ങൾ കണ്ടാല് മൂപ്പരും കൂടെ ഇരുന്ന് കരയേ. സാരമില്ല. എത്ര സ്വപ്നം കാണണ്ടെന്ന് കരുതിയാലും മനസ്സ് വെറുതെ കോട്ട കിട്ടും. അവസാനം അതൊക്കെ നിലംപൊത്തും. ഞങ്ങൾക്കതൊക്കെ ശീലമായി. പിന്നെ ഈ നിർഗുണ ജന്മങ്ങളെ കൊണ്ട് ആരെങ്കിലൊക്കെ രക്ഷപ്പെടുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷ. Ishak, I am proud of you, my son. ഇന്ന് എന്റെ ദിവസമാണ്. I want to celebrate the whole day. Maria Rita, വേഗം ഡിന്നർ റെഡിയാക്കൂ. ഇഷാക്കിന് എന്തിഷ്ടമാണോ അത് പ്രിപ്പയർ ചെയ്യൂ. ഇവൻ ഈ ഇഷാക്ക് ദൈവദൂതനാണ്. ദൈവം തമ്പുരാൻ ഇപ്പോൾ ഇവന്റെ മുഖച്ചായ അല്ലേ മാർഗരീത്ത?